മരണത്തിൻ്റെ വേദന ആ വേദനയിൽ പ്രവേശിച്ചതിന് ശേഷം മാത്രമാണ് അറിയുക. പിന്നെ അനുഭവിച്ച് തീർക്കുക എന്നല്ലാതെ എനിക്ക് വേദനയാകുന്നുണ്ട് എന്ന് പറയാനുള്ള അവസരം പോലും ഉണ്ടായിരിക്കില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പായയിൽ കിടക്കുന്ന സന്ദർഭത്തിൽ മരണത്തിൻ്റെ വേദനയുണ്ടെന്ന് സാഹചര്യങ്ങളെ കൊണ്ടെനിക്ക് മനസ്സിലായിരുന്നെന്ന് സയ്യിദത്തുനാ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു. എല്ലാവരും മരിക്കും, ഖബറിലെത്തും, എല്ലാവർക്കും ഹിസാബ് ഉണ്ടാവും, എല്ലാവർക്കും നന്മൻ്റെ ഏട് കിട്ടും, എല്ലാവർക്കും തിന്മൻ്റെ ഏട് കിട്ടും. നന്മ മുൻതൂക്കമായവർക്ക് അവരുടെ ഏട് മുൻവശത്തു കൂടെ വലത്തെ കയ്യിലാണ് കൊടുക്കും. ഫഅമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനിഹി ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറ. ഒരു ചെറിയ വിചാരണ ഉണ്ടാവും. ഒന്നിങ്ങനെ പേജൊക്കെ മറിച്ചിട്ട് ജല്ലേ എന്നാ പേക്കും, ചെറിയൊരു വിചാരണ. നന്മ മുൻതൂക്കമായ ആളോ അവൻ്റെ ഏട് കിട്ടിയാൽ ആ ഏട് ഇങ്ങനെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നതാണ്. ഇങ്ങോട്ട് നോക്കട്ടെ എൻ്റെ ഏട്, എല്ലാവർക്കും ഇങ്ങനെ കാണിച്ചു കൊടുക്കും. തിന്മ മുൻതൂക്കമായ ആളോ അമ്മാമൻ ഊതിയ കിതാബഹു വറാഅ ദഹ്രിഹി ഫസൗഫ യദൂ സുബൂറൻ വയസ്ലാ സഈറ ഇന്നഹു കാന ഫീ അഹ്ലിഹി മസ്റൂറാ. തിന്മ മുൻതൂക്കമായ ആൾക്കാർക്ക് പിൻവശത്തുകൂടെ ഇടത് കൈയിൽ ഏട് കിട്ടിയാലേ ഓൻ്റെ ഏട് ആർക്കും കാണിച്ചു കൊടുക്കാതെ കക്ഷത്തിൽ വെച്ചു. മാലി ഹാദിൽ കിതാബി ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ അഹ്സാഹാ. മാലി ഹാദിൽ കിതാബി ഏടിനെന്ത് പറ്റി? ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ അഹ്സാഹാ. വലുതും ചെറുതുമായ ഒരു കാര്യവും രേഖപ്പെടുത്താതെ വിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ആർക്കും കാണിച്ചു കൊടുക്കാതെ അവൻ്റെ ഏട് കക്ഷത്തിൽ വെക്കും. അന്നാണ് വായകൾക്ക് സീൽ വെക്കുന്നതും കൈകൾ സംസാരിക്കുന്നതും കാല് സാക്ഷി നിൽക്കുന്നതും. ഇറയോൻ വിചാരണ കണയും ഇരു കൈകൾ ചേതീ മൊഴിയും കാലന്ന് സാക്ഷി പറയും കേട്ട് വിതുമ്പിക്കാരെയും റബ്ബേ ചതിച്ചല്ലോ എന്നെ ഹുബ്ബേ പൊറുക്കുമോ ഇന്നേ തേങ്ങിക്കരഞ്ഞന്ന് വിള്ളും തേട്ടം പടച്ചോനും തള്ളും. എല്ലാവരും നെട്ടോട്ടോടും. ഓൻ്റെ ഏട് ആർക്കും കാണിച്ചു കൊടുക്കാതെ വെക്കുമ്പോൾ അള്ളാഹു കൈകളെ കൊണ്ട് സംസാരിപ്പിക്കുകയും കാല് സാക്ഷി നിൽക്കുകയും ചെയ്യും. ഇന്നഹു കാന ഫീ അഹ്ലിഹി മസ്റൂറ. അവനെ പരിഹസിച്ചതാണത്. ഓനും അവൻ്റെ ബന്ധുക്കളോടൊപ്പം സന്തോഷത്തിലായിരുന്നില്ലേ. സ്വർഗാവകാശിയുടെ ബന്ധു സ്വർഗാവകാശിയാണ്, നരകാവകാശിയുടെ ബന്ധു നരകാവകാശിയാണ്. സ്വർഗത്തിൽ ഒറ്റക്ക് പോക്കില്ല, സ്വർഗത്തിൽ കൂട്ടായിട്ടാണ് പോണത്. വൽഫജിരിൻ്റെ അവസാനമുണ്ട്, വദ്ഖുലീ ഫീ ഇബാദി വദ്ഖുലീ ജന്നതി. സ്വർഗത്തിലേക്ക് കൂട്ടമായിട്ടാണ്. സ്വർഗത്തേക്ക് പോണ കൂട്ടത്തിൽ കൂടാൻ പറ്റുമോ? സ്വർഗത്തിൽ പോവാം. നരകത്ത് പോണ കൂട്ടത്തിൽ പെട്ടാലോ നരകത്തിലായിരിക്കും. അതുകൊണ്ട് മക്കള് ഭാര്യ ഒക്കെ സ്വർഗാവകാശികളായിരിക്കണം. എന്നാലേ ഞമ്മക്ക് കിട്ടുള്ളൂ, അല്ലെങ്കിൽ നഷ്ടപ്പെടും. എന്നാലേ ഞമ്മക്കത് ബാക്കി കിട്ടുള്ളൂ, അല്ലെങ്കിൽ നഷ്ടപ്പെടും. മുഅ്മിനീങ്ങളെ, ഒരു ചോദ്യം ഞങ്ങളോട് ചോദിക്കാം. എൻ്റെ കുട്ടി മുത്തഖിയാവണം എന്നാഗ്രഹിക്കുന്ന എത്ര പേര് നമ്മളെ കൂട്ടത്തിലുണ്ടാവും? എൻ്റെ കുട്ടി എൻജിനീയർ ആവണമെന്ന് നമ്മൾ ആഗ്രഹിക്കും, ഡോക്ടർ ആവണമെന്ന് ആഗ്രഹിക്കും, വക്കീലാവണമെന്ന് ആഗ്രഹിക്കും, കലക്ടർ ആവണമെന്ന് ആഗ്രഹിക്കും, ഓന് നല്ല ജോലി കിട്ടണമെന്ന് ആഗ്രഹിക്കും. ഖുർറത അയുനിൻ വജ്അൽനാ ലിൽമുത്തഖീന ഇമാമാ. ഇബ്രാഹിം നബി ആഗ്രഹിച്ചു എൻ്റെ കുട്ടി മുത്തഖിയാവണമെന്ന്. നമ്മുടെ കൂട്ടത്തിൽ എൻ്റെ മകൻ എൻ്റെ മകൾ മുത്തഖിയാവണം എന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? കല്യാണത്തെക്കുറിച്ച് സൂറത്തുർ റൂമിൽ പറഞ്ഞ ആയത്തിൽ 2 തവണ തഖ്വയെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. 2 തവണ മുത്തഖീങ്ങളെ കുറിച്ച് പരാമർശമുണ്ട്. നിക്കാഹിന്റെ സദസ്സിൽ നമ്മൾ ചെന്നാല് ഇമാം ഓതുന്ന ഖുത്ബയിൽ പറയുന്ന ഹദീസിൽ തഖ്വയെ കുറിച്ചുള്ള പരാമർശമുണ്ട്.
മൻ തസവജ ബിംറഅത്തിൻ ഫഖദ അഹറസ സുലുസൈ ദീനിഹി ഫൽയത്തഖില്ലാഹ ബിസുലുസിൽ ബാഖി. മനുഷ്യൻ കേട്ട് 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 ആവർത്തന വിരസത നഷ്ടപ്പെട്ട, ആവർത്തന വിരസത ഇല്ലാതെയായ വിഷയമാണ് യാ അയ്യുഹന്നാസ് ഊസിക്കും ഇബാദല്ലാഹി വ ഇയ്യായ ബിതഖ്വല്ലാഹ്. നമ്മളിൽ എത്ര പേര് എൻ്റെ ഭാര്യ മുത്തഖിയാവണം, എൻ്റെ ഭർത്താവ് മുത്തഖിയാവണം, എൻ്റെ മക്കൾ മുത്തഖിയാവണം എന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? റബ്ബന, ഞങ്ങളുടെ റബ്ബേ, ഹബിലന, ഞങ്ങൾക്ക് നീ നൽകണമേ, മിൻ അസ്വാജിന, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്ന്, വദുരിയാത്തിന, ഞങ്ങളുടെ സന്താനങ്ങളിൽ നിന്നും, ഖുറത ഐനിൻ, കണ്ണിന് നനവ് നൽകണേ റബ്ബേ. ഇബ്രാഹിം നബി തുറന്നു. എന്താണ് ഭാര്യയിൽ നിന്നുള്ള കണ്ണിന്റെ നനവ്? എന്താണ് ഭർത്താവിൽ നിന്നുള്ള കണ്ണിന്റെ നനവ്? എന്താ മക്കളിൽ നിന്നുള്ള കണ്ണിന്റെ നനവ്? റഈസുൽ മുഫസ്സിരീൻ സയ്യിദുനാ ഇബ്നു അബ്ബാസ്, ഒരു ഭർത്താവിന്റെ, ഒരു ഭാര്യയുടെ ഒരു വക്ത് നിസ്കാരം നഷ്ടപ്പെട്ടാലേ നാളെ മഹ്ശറിൽ കാണാതിരിക്കേണ്ടി വരുന്നത് 50,000 വർഷമാണ്. 5 കൊല്ലം കാണാതിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ഫാമിലീസ് എടുത്ത് കൊണ്ടുപോകുന്നത്. ഒരു വക്ത് നിസ്കാരത്തിന്റെ മേൽ കാണാതിരിക്കേണ്ടത് 50,000 വർഷമാണ്. അതിലാ നമുക്ക് സങ്കടം വേണ്ടത്. അതിലാ സങ്കടം വേണ്ടത്. ഈ പഠിച്ചോനെ ഇത് സ്വർഗത്തിൽ കണ്ട് എത്തൂലേ എന്നുള്ളതിലാ ബേജാറ് വേണ്ടത്. അണ്ട് എത്തിയ കഴിച്ചിലായി. ഇത് അങ്ങോട്ട് എത്താനുള്ളതാണ്, ഇത് സ്വർഗത്തിലേക്ക് എത്താനുള്ളതാണ് എന്ന് ആദ്യം നമുക്ക് തോന്നണം, എന്നാലുള്ളൂ നടക്കുക. ഇതാണ് സ്വർഗത്തിലേക്ക് എത്താനുള്ളതാണ്. ഇത് സ്വർഗത്തിൽ നിന്ന് ആദം വല്ലിപ്പ തുടങ്ങിയതാണ്. ഇനി സ്വർഗത്തിൽ ഇനി കല്യാണുണ്ട്. ത്വാഹ തങ്ങളെ തൃക്കല്യാണത്തിന് തോരണങ്ങളെ തൂക്കുമ്പോൾ തന്നിന്നാം പാടി താളത്തിലാടും മേളത്തിൽ എങ്കളെ ചേർക്കല്ലാ. നാളെ സ്വർഗത്തിലെ കല്യാണം, ത്വാഹ തങ്ങളെ തൃക്കല്യാണം. എല്ലാ കല്യാണങ്ങളും സ്വർഗത്തിൽ ഇനി ഒന്നുകൂടി ആവർത്തിക്കും. പ്രസിദ്ധമായ ചില കല്യാണങ്ങളുണ്ട്. സയ്യിദുനാ യൂസുഫ് അലൈഹിസ്സലാമും സുലൈഖ ബീവി റളിയല്ലാഹു അൻഹയും തമ്മിലുള്ള കല്യാണം. ഇന്റെ പെണ്ണുങ്ങളായത് അവിചാരിതമായി അല്ല, അള്ളാഹു നേരത്തെ പ്ലാൻ ചെയ്തതാണ്. എല്ലാ വിവാഹത്തിൻ്റെയും പിന്നിൽ ഒരു ചരിത്രമുണ്ട്. നമ്മൾ ആ ചരിത്രം അറിയാതെ പോവുകയാണ്. യൂസുഫ് നബി അലൈഹി സ്വലാമിനെ ജ്യേഷ്ഠന്മാര് കിണറ്റ് കൊണ്ടുപോയിടുമ്പോൾ ഇത് സുലൈഖാന്റെ ഭർത്താവാകാനുള്ള പോക്കാണ്, പുതിയാപ്പിള പോവുക എന്ന് അറിയില്ലായിരുന്നു. ഇത് പുതിയാപ്പിള പോവുകയാണെന്ന് അറിയില്ലായിരുന്നു. നമ്മളാരും പാറമ പൊട്ടി മുളച്ചോന്നല്ല. ഒരു ഭാര്യ ഭാര്യയാകുന്നതിന് പിന്നിലും ഒരു ഭർത്താവ് ഭർത്താവുന്നതിന് പിന്നിലും ദീർഘമായ ഒരു ചരിത്രമുണ്ട്. അത് സ്വർഗത്തിൽ നിന്ന് തുടങ്ങി സ്വർഗത്തിൽ അവസാനിക്കുന്ന ചരിത്രമാണ്. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ കഥ പറയുമ്പോൾ അല്ലാഹു തആല തുടങ്ങണ തന്നെ നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസ്, നബിയെ നിങ്ങൾക്ക് ഞാൻ ഒരു ചൊറുക്കുള്ള കഥ പറഞ്ഞു തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ്, ഞാനൊരു ഭംഗിയുള്ള കഥ പറഞ്ഞു തരട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തുടങ്ങുന്നത്. ചരിത്രത്തിൽ അറിയപ്പെട്ട ഒരുപാട് കല്യാണങ്ങളുണ്ട്, ഒരുപാട് വിവാഹങ്ങളുണ്ട്. എല്ലാം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നേരത്തെ പ്ലാൻ ചെയ്ത് കൊണ്ടുവരികയാണ്. അതിനെ ഏറ്റെടുത്ത് സ്വർഗത്തിൽ അവസാനിക്കുന്ന തരത്തിൽ കൊണ്ടുപോവാൻ നമുക്ക് കഴിയണം. സ്വർഗത്തിൽ എല്ലാവരും ഭാര്യയും ഭർത്താവുക, എല്ലാവരും മരത്തിന്റെ ചോട്ടിൽ ഇങ്ങനെ ഇരിക്കുക, കാരണം കട്ടിലുമേ. ഇവിടുത്തെ ഭംഗിയും സ്വർഗത്തിലെ ഭംഗിയും വ്യത്യാസമുണ്ട്. അത് പറയുമ്പോ പടച്ചോനെ സ്വർഗത്തിൽ ഇനി ഓളെ ഞാൻ സഹിക്കേണ്ടി വരുമോന്ന് കരുതണ്ട. എല്ലാം അല്ലാഹു തആല നേരാക്കി തരും, എല്ലാം ക്ലിയർ ആക്കി തരും. ഞങ്ങൾ ചിരിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, എല്ലാം അല്ലാഹു തആല ക്ലിയർ ആക്കും. എല്ലാവർക്കും 33 വയസ്സാണ്. ഇന്നലെ 33, ഇന്ന് 33, നാളെ 33, എന്നും 33. ഭംഗിയില്ലാത്ത ആരുമില്ല. 300 മനുഷ്യന്മാരെ വെളുപ്പിച്ചപ്പോ 301ാമത്തെ ആളെ കറുപ്പിച്ചത് അല്ലാഹു തആലാന്റെ അടുത്ത് കുമ്മായം തികയറ്റൊന്നല്ല, വേണ്ടാന്ന് വെച്ചതാണ്. ഓഫറോടുകൂടെ തിരിച്ചു തരും. എല്ലാ കാര്യങ്ങൾക്കും ഓഫറുണ്ട്, ഓഫറില്ലാത്തൊരു കാര്യമില്ല. ഓഫറോടുകൂടെ അല്ലാഹു തആല തിരിച്ചു തരും. സ്വർഗത്തിൽ ആരും കറുത്തവരില്ല, എല്ലാവരും വെളുത്തവരാണ്. 60 വയസ്സ് വരെ ഒരാൾ ജീവിക്കണമെന്നൊക്കെ. ആരോഗ്യമുള്ള ഒരാൾ ഒരു ദിവസത്തിൽ 8 മണിക്കൂർ ഉറങ്ങണം എന്നാണ് സയൻസ് പറയണത്.
സയൻസ് പറയണതാണ്, ഞാൻ പറഞ്ഞതല്ല കേട്ടോ. സാലിം ബേസി 8 മണിക്കൂർ ഉറങ്ങണം എന്ന് പറഞ്ഞാണ്ട് കൂർക്കം വലിച്ചാൽ നിൽക്കണ്ട. സയൻസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. 8 മണിക്കൂർ ഒരു ദിവസം ഉറങ്ങിയാൽ 8 8 16 8 24 ഒരു ദിവസത്തിൻ്റെ 1/3. 8 16 24 ഒരു ദിവസത്തിൻ്റെ 1/3. അങ്ങനെയാണെങ്കിൽ 60 വയസ്സ് വരെ ജീവിക്കുന്ന ഒരാൾ 20 വർഷം ഉറങ്ങിയിരിക്കും. ബാക്കി 40 അല്ല. 15 കൊല്ലം കുട്ടിക്കാലാണ്. ഇത് 5 ആദ്യത്തെ കൂട്ടിയിട്ടുണ്ട്, ബാക്കി 10 ഉണ്ട്. അതും കൂടി ചേർത്താൽ 30 കൊല്ലം. 30 കൊല്ലം കഴിഞ്ഞു, ബാക്കി 30 കൊല്ലം. ഇതാണ് ഇപ്പോൾ ജീവിതം. ബാക്കിയുള്ള 30 കൊല്ലമാണ് ജീവിതം എന്ന് പറഞ്ഞത്. അതെങ്ങനെ ജീവിക്കുന്നു എന്നതിനനുസരിച്ചാണ് നാളത്തെ അവിടുത്തെ കലാപരിപാടികൾ. ഒന്നും ആർക്കും അള്ളാഹു തആല നഷ്ടപ്പെടുത്തൂല. എല്ലാം അള്ളാഹു തആല തരും. വാങ്ങാൻ നമ്മളെ കൊണ്ട് പറ്റണമെന്നേ ഉള്ളൂ. നമ്മളെ കൊണ്ട് വാങ്ങാൻ പറ്റുമോ? അള്ളാഹു എല്ലാ കാര്യങ്ങളും ക്ലിയറാക്കി തരും.